എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ആർട്ടിക്കിൾ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസസ് ടു എ 4-month low of 4.87% in October. സോ ഇവിടെ നമുക്ക് പ്രിലിംസിലെ ഇക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് GS3 വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നുള്ളത് പറയും. ഓക്കെ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ. സോ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റാറ്റിക് പോർഷനിൽ പഠിക്കാനുണ്ട്. അപ്പൊ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് എന്താണ് ഇൻഫ്ലേഷൻ? സോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ജനറൽ റൈസ് ഇൻ ദി പ്രൈസ് ലെവൽ ഓഫ് എൻ ഇക്കോണമി ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉള്ള ജനറൽ റൈസ് ഇൻ ദി പ്രൈസ് ലെവൽ, സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നു. When the general price level rises, each unit of a currency buys fewer goods and services. So ഇവിടെ ബേസിക്കലി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ് എന്നുള്ളതാണ്. അതായത് പൈസ എല്ലാവരുടെയും കയ്യിൽ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ സാധനങ്ങൾ ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്നു, കൊമോഡിറ്റീസ് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നു. അപ്പം അതിന്റെ റിസൾട്ടായിട്ട് ഈ കൊമോഡിറ്റീസിന്റെ പ്രൈസ് കൂടുന്നു. ഓക്കെ, അപ്പൊ അതാണ് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും, സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കും. സോ കോൺസിക്വന്റ്ലി ഇൻഫ്ലേഷൻ റിഫ്ലെക്ട്സ് എ റിഡക്ഷൻ ഇൻ ദി പർച്ചേസിംഗ് പവർ പെർ യൂണിറ്റ് ഓഫ് മണി. സോ ആ ഒരു കറൻസിയുടെ വാല്യൂ കുറയും, അതായത് അതിന്റെ പർച്ചേസിംഗ് പവർ കുറയും. A loss of real value in the medium of exchange and unit of account within the economy. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ അഥവാ ഈ ജനറൽ റൈസ് ഇൻ ദി പ്രൈസ് ലെവലിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഇൻഫ്ലേഷനെ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും മെഷർ ചെയ്യുന്നത്. ഒന്ന് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, പിന്നെ ഒന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പം നമ്മൾ രണ്ട് രീതിയിലാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം. ഹോൾസെയിൽ ലെവലിലും ഉണ്ടാവും, അതുപോലെ തന്നെ റീറ്റെയിൽ ലെവൽ അഥവാ കൺസ്യൂമർ ലെവലിലും ഉണ്ടായിരിക്കും. അപ്പൊ ഈ രണ്ട് ലെവലിലും ഇൻഫ്ലേഷൻ മെഷർ ചെയ്തുകൊണ്ട് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ WPI അഥവാ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്നും CPI കൺസ്യൂമർ ലെവലിൽ അഥവാ റീറ്റെയിൽ ലെവലിൽ ഇത് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് WPI റിലീസ് ചെയ്യുന്നത് ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ ആണ്. അതിന്റെ ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 2012 ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിൽ അത് റിലീസ് ചെയ്യുന്നത് NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, വിച്ച് കംസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. അതിന്റെ ബേസ് ഇയർ ആയിട്ട് വരുന്നത് 2011-12 ആണ്. Okay, so CPI is a statistic used to assess changes in the average price level of goods and services purchased by households അഥവാ കൺസ്യൂമർ ലെവലിൽ, അതായത് ഉപഭോക്താക്കൾ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെയാണ് നമ്മൾ ആ റീറ്റെയിൽ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും 5 തരത്തിലാണ് നമുക്ക് കൺസ്യൂമർ പ്രൈസ് ഇൻഡിസസ് ഉള്ളത്. ഒന്നെന്ന് ഈ ആദ്യത്തെ ഈ 3 എന്ന് പറയുന്നത് CPI, IW അഥവാ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, പിന്നെ AL അഥവാ അഗ്രികൾച്ചറൽ ലേബറേഴ്സ്, ദെൻ റൂറൽ ലേബറേഴ്സ് RL. അത് കൂടാതെ 3 ഉണ്ട്, CPI റൂറൽ, CPI അർബൻ, CPI കമ്പൈൻഡ് എന്ന് പറയുന്ന വേറെ ഒരു 3 കാറ്റഗറിയും കൂടെ ഉണ്ട്. നമുക്കറിയാം 2012 ആണ് അതിന്റെ ബേസ് ഇയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ WPI കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്? ഹോൾസെയിൽ ലെവലിലുള്ള പ്രൈസസിന്റെ ചേഞ്ചസ് ആണ് WPIയിൽ റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ CPIയിൽ കൺസ്യൂമർ ലെവലിൽ അഥവാ റീറ്റെയിൽ ലെവലിലുള്ള ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. CPI പബ്ലിഷ് ചെയ്യുന്നത് NSO ആണെങ്കിൽ WPO ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ ആണ്. ദെൻ മേജർ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് സർവീസസിന്റെ കാര്യത്തിലാണ്. CPIയിൽ സർവീസസ് ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ WPIയിൽ സർവീസസ് ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ തന്നെ ഈ CPI യും WPI യും തമ്മിൽ വലിയ ഇടയ്ക്കൊക്കെ വളരെയധികം ചേഞ്ചസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു വേരിയേഷൻ കാണാറുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് CPIയിൽ ഫുഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 39% ആണ്. പക്ഷെ WPI എന്ന് പറയുന്നത് അതിൽ 24% മാത്രമാണ് അതിന്റെ വെയിറ്റേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫുഡ് പ്രൊഡക്ട്സ് ആണ് കൂടുതലും വോളറ്റൈൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രൈസ് ചേഞ്ച് പലപ്പോഴും കൂടുതലായിട്ട് നമുക്ക് അറിയാം. സവാള, തക്കാളി അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ ഈ ഫുഡ് പ്രൊഡക്ട്സിനൊക്കെ പെട്ടെന്ന് ഈ വിലകളിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ അത് വോളറ്റൈൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ CPIയിൽ ഈ ഫുഡ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്ട്സിനുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത് 39%, WPI എന്ന് പറയുന്നത് 24%. അതുകൊണ്ട് തന്നെ പലപ്പോഴും CPI WPIനേക്കാളും കൂടുതലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ CPIയും WPIയും തമ്മിൽ. നെക്സ്റ്റ് വരുന്നത് റെമിഷൻ ഓഫ് ഡയബറ്റീസ് ഡിസൈറബിൾ ബട്ട് നോട്ട് എസെൻഷ്യൽ എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ആണ്. നമുക്ക് ഇന്ന് November 14 എന്ന് പറയുന്നത് വേൾഡ് ഡയബറ്റീസ് ഡേ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റീസുകളെ കുറിച്ചാണ് പറയുന്നത്. സോ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്
നമ്മുടെ ബോഡിക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്തതിനെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ബോഡിക്ക് അത് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യത്തിലാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് പ്രധാനമായിട്ടും ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഏർലി ടൈം മുതലേ തന്നെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് കൂടുതലായിട്ടും കാണുന്നത്. ഫാമിലി ഹിസ്റ്ററി ഒക്കെ അനുസരിച്ച് ജനറ്റിക്കലി ആണ് നമുക്ക് കൂടുതലും ടൈപ്പ് 1 കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ത്രൂ ഔട്ട് ലൈഫ് ഇൻസുലിൻ ഇങ്ങനെ ഇൻജെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നേരെ മറിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരുന്ന ഡയബറ്റീസിനെയാണ് നമ്മൾ ടൈപ്പ് 2 എന്ന് പറയുന്നത്. കൂടുതലായിട്ടും 45 വയസ്സിന് മുകളിലുള്ള അഡൾട്ട്സിലാണ് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഫാമിലി ഹിസ്റ്ററി, ഹൈ BP, ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. ഓക്കെ, ഹെൽത്തി ആയിട്ട് ഇരിക്കുക, അതുപോലെ തന്നെ ഇൻസുലിൻ സപ്പോർട്ടിൽ ഇരിക്കുക, ഇതൊക്കെയാണ് ടൈപ്പ് 2 ഡയബറ്റീസിലെ നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ ആർട്ടിക്കിൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഡയബറ്റീസിന്റെ റെമിഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പം റീസെന്റ് പല കമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസും റിവേഴ്സൽ ഓഫ് ഡയബറ്റീസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. റിവേഴ്സൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പെർമനന്റ് ആയിട്ട് ഈ ഒരു കണ്ടീഷനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് പഴയതുപോലെ അല്ലെങ്കിൽ നോർമൽസിയിലേക്ക് എത്തിക്കുന്നതിനെയാണ് റിവേഴ്സൽ എന്ന് പറയുന്നത്. പക്ഷെ ഡയബറ്റീസിന്റെ കാര്യത്തിൽ അത്തരത്തിലൊരു റിവേഴ്സൽ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പകരം റെമിഷൻ എന്ന് വേണം പറയാൻ എന്നാണ് ഓതർ പറയുന്നത്. ഇപ്പൊ റെമിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡയബറ്റീസ് ടെമ്പററി നമ്മളുടെ ജീവിത ശൈലികളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡയബറ്റീസിനെ ഒരു ടെമ്പററി ടൈമിലേക്ക് വേണ്ടി നമുക്ക് ഒരു മോചനം, അതിൽ നിന്നും ഫ്രീ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെമിഷൻ. So remission implies that diabetes has only gone away temporarily. അപ്പൊ അതുകൊണ്ട് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്ന് പറയാൻ സാധിക്കില്ല, പകരം റെമിഷൻ എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ടൈപ്പ് 2-നെയാണ് നമുക്ക് ഈ റെമിഷൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ടൈപ്പ് 2 ആണ് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് വരുന്ന ഒരു അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഓതർ പറയുന്നത് ഈ ടൈപ്പ് 2 ഡയബറ്റീസിനെ നമുക്ക് ABCDE എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് വഴി മാറ്റാം, അല്ലെങ്കിൽ ഈ ഒരു റെമിഷൻ എന്ന് പറയുന്നത് അച്ചീവബിൾ ആണെന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നത് A1C അഥവാ ഗ്ലൈസേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആവരുത്, അതായത് അതിന്റെ ഒരു നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ബോഡി മാസ് ഇൻഡെക്സും പ്രോപ്പർ അതിന്റെ എന്താണോ ഒരു മാർജിൻ അതിന്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ C എന്ന് പറയുന്നത് C-പെപ്റ്റൈഡ് ആണ്. C-പെപ്റ്റൈഡ് എന്ന് പറയുന്നത് മെഷർ ഓഫ് ഇൻസുലിൻ സെക്രീഷൻ. അപ്പൊ ഇൻസുലിൻ സെക്രീഷൻ എന്ന് പറയുന്നത് ഗുഡ് കണ്ടീഷനിലാണെങ്കിൽ യു ക്യാൻ അച്ചീവ് റെമിഷൻ മോർ ഈസിലി. ദെൻ D സ്റ്റാൻഡ്സ് ഫോർ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ്. സോ ഷോർട്ടർ ദ ഡ്യൂറേഷൻ, ഗ്രേറ്റർ ദി ചാൻസസ് ഓഫ് റെമിഷൻ. ഓക്കെ, അപ്പം അതായത് ആ ഒരു ഡയബറ്റിസ് വരുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത്രയും മിനിമം ആക്കി വെക്കുക. അപ്പൊ അതനുസരിച്ച് നമുക്ക് ആ ഒരു റെമിഷന്റെ ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് നമുക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുന്ന എളുപ്പമായിരിക്കും. ദെൻ E എന്ന് പറയുന്നത് ഒരു എന്തൂസിയാസ്റ്റിക് ഇൻഡിവിജ്വൽ, അതായത് ഈ ഒരു എമിഷൻ അച്ചീവ് ചെയ്യാനായിട്ട് വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് എന്തൊക്കെ ചേഞ്ചസ് ആണോ ആവശ്യമായിട്ട് വരേണ്ടത്, വർക്ക്ഔട്ട് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ABCDE എന്ന് പറഞ്ഞ ഓഥർ ഇവിടെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇന്ത്യയുടെ ഡാറ്റയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു അവർ റീസെന്റ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇന്ത്യ ഡയബറ്റിസ് സ്റ്റഡി, there are currently 101 million people with diabetes and 136 million people with pre-diabetes in India. അപ്പൊ ഇന്ത്യയിൽ ഈ ഡയബറ്റീസിന്റെ അത്രയും ഗ്രേവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നിലവിൽ 101 മില്യൺ ആളുകൾക്കാണ് ഡയബറ്റീസ് ഉള്ളത്. 136 മില്യൺ ആളുകൾ പ്രീ ഡയബറ്റിസ് കണ്ടീഷനിലാണ്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേൾഡ് ഡയബറ്റിസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നമുക്ക് ഈ ടൈപ്പ് 1 ടൈപ്പ് 2-നെ കുറിച്ച് അറിഞ്ഞിരിക്കുക, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് GM procurement crosses ₹2 lakh crore on buying activity. സോ ഇവിടെ നമുക്കൊരു GEM എന്ന് പറയുന്ന ഒരു പോർട്ടലിനെ കുറിച്ചാണ് കാണാൻ സാധിക്കുന്നത്. ഇതും നമുക്കിവിടെ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആണ്. GM എന്ന് പറയുന്നത് ഒരു വൺ സ്റ്റോപ്പ് നാഷണൽ പ്രൊക്യൂർമെന്റ് പോർട്ടൽ ആണ്. ഗവൺമെന്റ് മാർക്കറ്റ് എന്നുള്ളതാണ് ഈ GEM എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണക്കാര് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതിൽ നിന്നൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ കൊമോഡിറ്റീസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിന് ഈക്വലന്റ് ആയിട്ട് ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ഓർഗനൈസേഷൻസും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സും ഒക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊക്യൂർ ചെയ്യുന്ന ഒരു പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിന്റെ പേരാണ് GEM അഥവാ ഗവൺമെന്റ് മാർക്കറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്.
Okay, the procurement of goods and services by ministries is mandatory for goods and services available on GEM. അതായത് ഈ CPSE സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകൾ ഈ GEM-ൽ നിന്ന് തന്നെ വേണം ഗൂഡ്സ് ആൻഡ് സർവീസസ് പ്രൊക്യൂർ ചെയ്യാൻ എന്നുള്ളത് മാൻഡേറ്ററി ആണ്. At present, GEM has more than 30 lakh products, over rupees 10 lakh crore worth of transactions have happened so far at the portal. Next വരുന്ന ഒരു എഡിറ്റോറിയൽ ലൈക്ക് ആർട്ടിക്കിൾ ആണ് കമ്മ്യൂണിറ്റി റൈറ്റ്സ് ആൻഡ് ഫോറസ്റ്റ് കൺസർവേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് നിലവിൽ ഇന്ത്യയിലുള്ള ഫോറസ്റ്റ് റിലേറ്റഡ് ആക്ട്സിൽ നമ്മൾ നോക്കി നമുക്ക് ഒരുപാടുണ്ട്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്, ഇന്ത്യസ് ഫോറസ്റ്റ് പോളിസി, അങ്ങനെയുള്ള വിവിധ തരം ലെജിസ്ലേഷൻസ് ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 അതുപോലെ തന്നെ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006 എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന രണ്ട് ആക്ട്സ് ആണ്. ഇപ്പൊ ആദ്യത്തെ ആക്ട് നമ്മൾ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ വനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആക്ട് ആണ് ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും പലരും ഈ ഡീഫോറസ്റ്റേഷൻ ഒക്കെ നടത്തിയിട്ട് അത് ഈ എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള പല പ്രോജക്ട്സിനും വേണ്ടിയിട്ട് ഈ ഫോറസ്റ്റ് ലാൻഡിനെ നോൺ ഫോറസ്റ്റ് ലാൻഡ് പെർപ്പസിന് വേണ്ടി മാറ്റുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ ട്രൈബൽ ലാൻഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ട്രൈബൽ പീപ്പിൾ ഉണ്ട്. ഈ ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിപ്പെൻഡന്റ് ഓൺ ദീസ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അത് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ വനങ്ങളിൽ നിന്നും കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചും അല്ലെങ്കിൽ അത് വിറ്റും അല്ലെങ്കിൽ അങ്ങനെ അവിടെ കൾട്ടിവേറ്റ് ചെയ്തുമാണ് ഈ ട്രൈബൽ പീപ്പിൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് ആണ്. അപ്പം ഈ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 നിലവിൽ വരുന്നത്. ഇറ്റ് എംപവേഴ്സ് ദി സെൻട്രൽ ഗവൺമെന്റ് ടു റെഗുലേറ്റ് ദി എക്സ്ട്രാക്ഷൻ ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് ബൈ ഇൻഡസ്ട്രീസ് ആസ് വെൽ ആസ് ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് കമ്മ്യൂണിറ്റി. അപ്പൊ ഇത് റെഗുലേറ്റ് ചെയ്യുക, ഈ ഫോറസ്റ്റിനെ മറ്റുള്ള കാര്യങ്ങൾക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാണ് ഫോറസ്റ്റ് കൺസർവേഷൻ അഥവാ വന സംരക്ഷണ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ഇനി അതേ സമയം തന്നെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വന സംരക്ഷണ നിയമം നിലവിൽ വന്നപ്പോൾ ഈ ഫോറസ്റ്റിനെ ലൈവ്ലിഹുഡ് ആയിട്ട് വെച്ചിട്ടുള്ള ട്രൈബൽ ആളുകൾക്കും അല്ലെങ്കിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. കാരണം അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇവിടെ നേരിടേണ്ടി വന്നു. കാരണം ഈ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് പ്രൊക്യൂർ ചെയ്യുന്നതിലും അല്ലെങ്കിൽ അവരുടെ ലൈവ്ലിഹുഡിനെ അത് വളരെയധികം ഇമ്പാക്ട് ചെയ്തു. അപ്പൊ അവരുടെ റൈറ്റ്സിനെ കൺസർവ് ചെയ്തുകൊണ്ടാണ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യസ് ഫോറസ്റ്റ് പോളിസി ഉണ്ട് 1988. ഓക്കെ, ദെൻ ഇനി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനെ കുറിച്ച് പറയുന്നത് എന്താണ്? നോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ അതർ അതോറിറ്റി ഷാൽ കൺവേർട്ട് ദി ഫോറസ്റ്റ് ലാൻഡ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസ്. അതായത് ഫോറസ്റ്റിനെ അല്ലെങ്കിൽ വനങ്ങളെ നോൺ ഫോറസ്റ്റ് പർപ്പസിനായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അതോറിറ്റീസിന്റെ അപ്രൂവൽ വേണം. അല്ലെങ്കിൽ ഈ നമുക്ക് ഈ അതത് ഗവൺമെന്റുകളുടെ അല്ലെങ്കിൽ അതോറിറ്റീസിന്റെയോ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നുന്നത് പോലെയൊന്നും ഈ ഫോറസ്റ്റിന്റെ ലാൻഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. നോൺ ഫോറസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡസ്ട്രീസ് കൊണ്ടുവരാനായിട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡാം കൺസ്ട്രക്ഷന്, അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെയാണ് നമ്മൾ നോൺ ഫോറസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് ഫോറസ്റ്റ് ലാൻഡിനെ നോൺ ഫോറസ്റ്റ് പർപ്പസിനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനോ മറ്റ് അതോറിറ്റീസിനോ ഒന്നും അങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള അധികാരമില്ല. അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റേതായിട്ടുള്ള പ്രത്യേകം പ്രയർ അപ്രൂവൽ മുൻപേ തന്നെ വാങ്ങിച്ചിരിക്കണം എന്നുള്ളതാണ് കൺസർവേഷൻ ആക്ട് 1980 പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ ഒരു അച്ചീവ്മെന്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1951 മുതൽ 75 വരെ ഏതാണ്ട് 4 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് ആണ് നോൺ ഫോറസ്ട്രി പർപ്പസിന് വേണ്ടി ഡൈവേർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ ആക്ട് നിലവിൽ വന്ന ശേഷം കഴിഞ്ഞ 2023 വരെയുള്ള ഡാറ്റ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 1 മില്യൺ ഹെക്ടർ മാത്രമാണ് ഡൈവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ വലിയൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, അതായത് ഓൾമോസ്റ്റ് ഒരു 3 മില്യൺ ഹെക്ടേഴ്സ് ഫോറസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവില് നമ്മളൊരു ഇവിടെ അമെന്റ്മെന്റ് ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിലുള്ള ഒരു അമെന്റ്മെന്റ് ആണ് ഇപ്പൊ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഈ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? As per the amendment, forest law will now apply exclusively to areas categorized under the 1927 Forest Act. ഇതിനു മുൻപ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് 1927 ഒരു ഫോറസ്റ്റ് ആക്ട് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. അതിന്റെ അണ്ടറിൽ ഏതൊക്കെ ലാൻഡിനെയാണോ ഫോറസ്റ്റ് ഏരിയ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് അവിടേക്ക് മാത്രമായിരിക്കും ഈ ഫോറസ്റ്റ് ലോ ആപ്ലിക്കബിൾ ആവുന്നത്. അതുപോലെ തന്നെ ഈ 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഏതെല്ലാം ലാൻഡ് ഏരിയാസ് ഫോറസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടോ അവിടേക്കും ഈ ആക്ട് ആപ്ലിക്കബിൾ ആണ്.
നെക്സ്റ്റ് പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. കാരണം ദി ആക്ട് വിൽ നോട്ട് ബി ആപ്ലിക്കബിൾ ടു ഫോറസ്റ്റ് ദാറ്റ് വർ കൺവേർട്ടഡ് ഫോർ നോൺ ഫോറസ്റ്റ് യൂസ് ഓൺ ഓർ ആഫ്റ്റർ ഡിസംബർ 12, 1996. അതായത് 1996 ഡിസംബർ 12 ശേഷം ഏതെങ്കിലും ഫോറസ്റ്റ് ഏരിയ നോൺ ഫോറസ്റ്റ് പർപ്പസിനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഏരിയാസിലേക്ക് ഈ ആക്ട് ആപ്ലിക്കബിൾ ആവില്ല എന്നുള്ളത് ഇപ്പോൾ റീസെന്റ് വന്നിട്ടുള്ള അമെന്റ്മെന്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബോർഡേഴ്സ്, അതായത് ചൈന പാകിസ്ഥാൻ ബോർഡേഴ്സ് ഉണ്ട്, അവിടെ നിന്നും 100 കിലോമീറ്റർ ദൂരപരിധിയിലും ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ല. കാരണം അവിടെ സെൻട്രൽ ഗവൺമെന്റിന് പല ഈ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ബിൽഡിങ്സോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സമയത്തും ഫോറസ്റ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടാം. അതിനുള്ള പ്രൊവിഷൻ ഈ ആക്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു അമെന്റ്മെന്റിന്റെ പ്രോബ്ലം ആയിട്ട് പറയുന്നത് 1996 ഗോദവർമ്മൻ തിരുമുൽപ്പാട് കേസിൽ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. സുപ്രീം കോടതി പറഞ്ഞു ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ അണ്ടറിൽ നോട്ടിഫൈഡ് ഫോറസ്റ്റ് ഉണ്ട്. ഈ നോട്ടിഫൈഡ് ഫോറസ്റ്റ് അല്ലാതെ ഒരു ഡിക്ഷണറിയുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ സാധാരണ വനങ്ങൾ എന്ന് പറയുന്നത് അനുസരിച്ച് വരുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ മുഴുവനും ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ അണ്ടറിൽ കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഓക്കെ, അതായത് മുൻപ് വരെ ഈ ആക്ടിൽ 1927 ആക്ടിന്റെ അണ്ടറിൽ ഫോറസ്റ്റ് ഏരിയ ഏതൊക്കെയാണെന്ന് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നോട്ടിഫൈഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഈ നോട്ടിഫൈഡ് ഫോറസ്റ്റ് മാത്രമേ ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ അണ്ടറിൽ വന്നിരുന്നുള്ളൂ. പക്ഷെ സുപ്രീം കോടതി ഈ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റിൽ പറയുന്നത് അങ്ങനെയുള്ള നോട്ടിഫൈഡ് ഫോറസ്റ്റ് മാത്രമല്ല, ഒരു ഡിക്ഷണറി മീനിങ്ങിൽ വരുന്ന എല്ലാ ഫോറസ്റ്റും തന്നെ ഈ കൺസർവേഷനിൽ അണ്ടറിൽ കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അതാണ് ഈ 1996 ഡിസംബർ 12 എന്ന് പറയുന്ന ഡേറ്റിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്നത്. സോ അങ്ങനെ അപ്പെക്സ് കോർട്ട് എന്ന് പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളോടും ഇത്തരത്തിൽ ഫോറസ്റ്റിനെ ഡിമാർക്കേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? 1996 ശേഷം ഏതെല്ലാം ലാൻഡ് ഇതുപോലെ നോൺ ഫോറസ്റ്റ് പർപ്പസിന് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ അവിടേക്ക് ഈ ആക്ട് ആപ്ലിക്കബിൾ ആവില്ല എന്നാണ് പറയുന്നത്. അതായത് അത് കൺസർവേഷന്റെ അണ്ടറിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ആക്ടിന്റെ പ്രോബ്ലം ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ വാട്ട് ആർ ദി ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ദിസ്? റെസ്ട്രിക്ട്സ് ദ ഗോദവർമ്മൻ ജഡ്ജ്മെന്റ്. ഓക്കെ, അപ്പം ഇത് ഈ ഒരു ഗോദവർമ്മൻ സുപ്രീം കോടതി ഈ ജഡ്ജ്മെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൂ, സഫാരി പാർക്ക്, എക്കോ ടൂറിസം ഫെസിലിറ്റി, ഇവിടെയൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രീൻ ഏരിയാസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളത് കൺസ്ട്രക്ട് ചെയ്യാൻ ഗവൺമെന്റിനും കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പവേഴ്സ് ആണ് ഈ ആക്ട് നൽകുന്നത്. അതായത് ഒരു തരത്തിൽ അൺറെസ്ട്രിക്റ്റഡ് പവേഴ്സ് ആണ് ഗവൺമെന്റിന് കൊടുക്കുന്നത്. അപ്പൊ യൂണിയൻ ഗവൺമെന്റിന് ഇപ്പം എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ സ്ക്രൂട്ടിനി ഇല്ലാതെ തന്നെ ഇപ്പൊ ഡിഫൻസിന്റെ പർപ്പസിനാണോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണോ, അങ്ങനെയുള്ള റീസൺസ് ഒക്കെ സൈറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ ഈ ഒരു ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനെ ഡൈല്യൂട്ട് ചെയ്യാനുള്ള പവേഴ്സ് ആണ് ഈ ഒരു റീസെന്റ് അമെന്റ്മെന്റ് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോറസ്റ്റ് പീപ്പിൾ അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടും ഉള്ള പ്രൊവിഷൻസ് ആണ് നമുക്ക് ഇവിടെ ഈ ഒരു ആക്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.